അപ്പോൾ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥാശ്രമിയാവുക, വിവാഹം ചെയ്യുക, പഞ്ചയജ്ഞങ്ങളെ ചെയ്തുകൊണ്ട് ജീവിതത്തെ നയിക്കുക. അതിനുശേഷമാണ് അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് വാനപ്രസ്ഥവും സന്യാസവും. വാനപ്രസ്ഥത്തിൽ പത്നിയോട് കൂടിയിട്ടാവാം, അടുത്തത് സന്യാസം. ഇതൊക്കെ ഒരു സാധാരണമായ നിയമം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് മകൻ, അച്ഛൻ്റെ ഈ ഉപദേശം കേട്ടിട്ട്, ലോകത്തിൽ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ മരണം നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് പറയുക. ഉപനിഷത്തുകളിലൊക്കെ പറയും, ജനിക്കുന്ന നിമിഷം മുതൽ മൃത്യു, നമ്മൾ നടക്കുമ്പോൾ നടക്കുന്നുണ്ട്, നമ്മൾ കിടക്കുമ്പോൾ ഒപ്പമുണ്ട്, ഇരിക്കുമ്പോഴും ഒപ്പമുണ്ട്. ഇതെപ്പോ ബാധിക്കുന്നു എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. മരണം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട്, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങളും നമ്മളെ എപ്പോ വേണമെങ്കിലും ബാധിക്കാം. ലോകം മൃത്യുവാൽ ആഹതമാണ്, ജര കൊണ്ട് ബാധിതമാണ്. രാത്രിയും പകലും എന്നതുപോലെ ഇങ്ങനെ മാറി മാറി പലതരത്തിലുള്ള അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വസ്ഥമായിരിക്കാൻ പറ്റും, ജ്ഞാനം കൊണ്ട് എങ്ങനെ സുഖമായി ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഓരോ ദിവസവും കഴിയുമ്പോൾ, ഓരോ രാത്രിയും തീരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ, ആയുസ്സിന്റെ അത്രയും സമയം കുറഞ്ഞു. ഇപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ടി ഒരു നിശ്ചിത കാലയളവ്, ഒരു മാസം എന്ന് ഉദാഹരണമായിട്ട് എടുത്താൽ 1-ാം തീയതി മുതൽ അടുത്ത 30-ാം തീയതി വരെയുള്ള, അപ്പൊ ഈ ഓരോ ദിവസവും 1-ാം തീയതി കഴിഞ്ഞു അന്ന് വെട്ടിയിടാം, 2-ാം തീയതിയായി 2-ാം തീയതിയും കഴിഞ്ഞു അന്നും അടുത്ത മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് 30-ാം തീയതി ആവുമ്പോഴേക്കും ആ മാസത്തെ നമുക്ക് കിട്ടിയ എന്താണോ അത് തീർന്നു. ഒരു മാസത്തേക്ക് വേണ്ടി തന്നതാണെങ്കിൽ ഒരു മാസം കൊണ്ട് അത് തീരുകയാണ്. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അത്, റേഷൻ ഒക്കെ അങ്ങനെയാണല്ലോ, റേഷൻ ഒരു മാസത്തേക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് തരിക. അപ്പൊ ജീവിതത്തില് ഈ ഓരോ ദിവസം കഴിയും തോറും ആയുസ് അത്ര കുറയുകയാണ്. വെറുതെ പാഴായി കുറെ സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പാഴായി പോവുക, ഒരു പ്രയോജനമില്ലാതെ കുറെ സമയം പോകുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഗുണപരമായ രീതിയിൽ ഒന്നും ചെയ്തില്ല. വെറുതെ കളയുക, വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ അവനവൻ ഈ ലോകത്തിലെ ഭൗതികമായ സുഖങ്ങൾ അനുഭവിക്കുക, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർ യാത്ര ചെയ്യുക, അല്ല വേറെ എന്തെങ്കിലും കാഴ്ച കാണാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആസ്വദിക്കാനോ ഇഷ്ടമുണ്ടെങ്കിൽ അത് ആസ്വദിക്കുക. അല്ല ചിലർക്ക് കിടന്നുറങ്ങാനാണ് ഇഷ്ടം, രാത്രി പോരാത്തതിന് പകലും ഉറങ്ങും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കുക, നല്ലോണം ഉറങ്ങിയിട്ട്. ഏതും ഭക്ഷണമാണോ ഇഷ്ടം, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളെ അനുഭവിക്കുക. അല്ലാതെ ഇതൊക്കെ മാറ്റിവെച്ചാൽ കുഴപ്പമാണ്, അതിനൊന്നും പറ്റിയെന്ന് വരില്ല, സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ ഭൗതികമായ സുഖഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് പോവുക, അങ്ങനെയെങ്കിലും സമാധാനിക്കാലോ. അതൊന്നുമില്ലാതെ എന്നാ എപ്പോഴാ പോവേണ്ടതെന്ന് അറിയില്ല, അത് വേണ്ടി കാത്തിരിക്കുക. അതിന്റെ ആവശ്യമുണ്ടോ? എന്തായാലും ഒരു ദിവസം പോകണം, അതിനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചൊന്നും ഇരിക്കേണ്ട, അതൊക്കെ വരുമ്പോ വരട്ടെ. അല്ലാതെ മരണത്തെ ഇങ്ങനെ ഭയന്ന് ജീവിക്കുക, അതിന്റെ ആവശ്യമില്ല. ഇരിക്കുന്ന അത്രയും കാലം, എത്ര സമയമാണോ അത്രയും കാലം, പറയില്ലേ സ്വാമി വിവേകാനന്ദനെ പോലുള്ളവർ, ഒരു ദീപം ജ്വലിക്കുമ്പോൾ നന്നായി ജ്വലിക്കുക. അതിന്റെ എണ്ണ പറ്റി ആ തിരിയും ഒക്കെ തീർന്നു, കെട്ടടങ്ങും, അതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ അതുവരെ ഇങ്ങനെ ഈ മഷി കെട്ടിയ തിരി പോലെ ഇങ്ങനെ മുനിഞ്ഞു കത്തുകയാണോ നല്ലത്? ജ്വലിക്കുന്ന അത്രയും സമയം നന്നായി ജ്വലിക്കുക, അതല്ലേ വേണ്ടത്. നന്നായിരിക്കുക, നന്നായി സുഖം അനുഭവിക്കുക. അപ്പൊ ഓരോ ദിവസം കഴിയും തോറും എന്താണ്, വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന ജലാശയത്തിലെ മത്സ്യം എന്നതുപോലെ. അപ്പൊ ശ്രേയസ്കരമായത് എന്താണോ അത് ഇപ്പോൾ ചെയ്തു കൊള്ളണം.
നാളെ എന്ന് കരുതി നീക്കി വെച്ചാൽ അതിനു മുമ്പ് മരണം വന്നാലോ? നാളേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കരുത്, നാളെ എന്ന് ആലോചിക്കുന്നതിനെ ഇന്ന് ചെയ്തുകൊള്ളൂ എന്നാണ്. അതായത് എത്രയും പെട്ടെന്ന് അർത്ഥമുള്ളൂ. ദീർഘകാലത്തേക്ക് കാലാവധി വെച്ചിട്ട് അങ്ങനെയൊന്നും നടക്കില്ല. അപ്പൊ മൃത്യു വന്ന് ബാധിക്കുന്നതിന് മുൻപ് നാളത്തേക്ക് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാം. ഇന്ന് മധ്യാഹ്നത്തിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷം എന്ന് കരുതിയത് രാവിലെ തന്നെ ചെയ്തോളൂ. കാരണം മൃത്യു എപ്പോ വേണമെങ്കിലും ബാധിക്കാം. ധർമ്മമനുഷ്ഠിച്ചാൽ ഇഹത്തിലും പരത്തിലും കീർത്തി ഉണ്ടാവും. അല്ലാതെ ബന്ധുക്കൾക്ക് വേണ്ടി, ഭാര്യാപുത്രാദികൾക്ക് വേണ്ടി എന്നുവെച്ചാൽ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി മാത്രം ഓരോന്ന് ചെയ്തു കൂട്ടുന്നവൻ മൂഢനാണ്, അവന് മോഹം ബാധിച്ചവനാണ്. പല ദുഷ്കർമ്മങ്ങളും ചെയ്ത് തെറ്റായ വഴിയിൽ കൂടിയിട്ട് ധനത്തെ വർദ്ധിപ്പിച്ച് അവനെയും ഒരു ദിവസം മരണം ബാധിക്കും. ഏതുപോലെയാണ്? ഓടിപ്പോകുന്ന മാനിനെ വ്യാഘ്രം പുലി പിടിക്കുന്നത് പോലെയെന്ന്. വനത്തിൽ കൂടിയിട്ട് ഓടിപ്പോകുന്ന ഒരു മൃഗത്തിനെ, മാനിനെ, ഒരു മാൻപേടയെ പുലി പിടിക്കുന്നത് പോലെയാണ് മരണം ബാധിക്കുന്നത് എന്ന്. ഇനിയും പലതും ചെയ്യാനുണ്ട്. ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, നാളെ കുറച്ച് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ, സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ദിവസം യമൻ വരണത്. യമൻ വരുമ്പോൾ കാത്തു നിൽക്കുമൊന്നുമില്ല. യമനോട് പറയാൻ പറ്റുമോ? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നാൽ പോലും നമുക്ക് നിയമമുണ്ട് അല്ലെ, ഒരു 15 ദിവസം അവർ തന്നെ പറയുന്നുണ്ട്. 15 ദിവസം അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ പോലീസുമായിട്ട് വരും. അതുവരെ സാവകാശം ഉണ്ടല്ലോ. യമൻ അത്ര പോലുമില്ല. കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കണേന് മുമ്പാ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകണത്. ചില ഇതൊക്കെ കാണാറില്ലേ നമ്മൾ? മകളുടെ വിവാഹത്തിന്റെ തലേന്ന് രാത്രിയിൽ പാട്ടുപാടി നൃത്തം ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ കുഴഞ്ഞു വീണു മരിച്ചു. യമന്റെ സ്ഥാനത്ത് നമ്മളാണ് ആ ജോലി ചെയ്യണതെങ്കിൽ നമ്മളൊരു 12 മണിക്കൂർ എക്സ്ക്യൂസ് ഇളവ് കൊടുക്കും അല്ലേ? ആ മനുഷ്യൻ ആ മകളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് അറ്റാക്ക് വന്നോട്ടെ, കുഴപ്പമില്ല. യമന്റെ സ്ഥാനത്ത് നമ്മളെയാണ് ആ ഡ്യൂട്ടി ഏൽപ്പിച്ചതെങ്കിൽ നമ്മളെ ഒരു പരിഗണന കൊടുക്കുമായിരുന്നു. പക്ഷെ യമൻ അതുപോലും ചെയ്തില്ല. ആ രാത്രിയിൽ, ആ വിവാഹത്തലേന്ന് രാത്രിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. അതാണ് മൃത്യുവിന് നമ്മുടെ അടുത്ത് അവിടെ ഒരു കാലതാമസമൊന്നുമില്ല എന്ന്, എപ്പോഴാണ് ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന്. കൃഷിഭൂമി, വീട്, ഇതൊക്കെ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടി അതിന്റെ ഫലം തിരിച്ചു കിട്ടുന്നതിന് മുൻപാണ് യമൻ വരണത്, മൃത്യു വരണത് എന്നാണ്. ദുർബലൻ, ബലവാൻ, ഭീരു, ജഡൻ, നമ്മൾ ഏതൊരു ഗണത്തിൽപ്പെടുന്ന ആളായിക്കൊള്ളട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ബാധിക്കുന്നതായിട്ട് കാണാം. ഇനി ഈ മരണം മാത്രമല്ലല്ലോ, ജര, വ്യാധി, പലതരത്തിലാണ് ദുഃഖങ്ങൾ ശരീരത്തില്. ഈ മനുഷ്യജന്മം അങ്ങോട്ട് കിട്ടിയാലും മരണഭയം മാത്രമല്ല നമുക്കുള്ളത്, ജര ബാധിക്കും. ഇപ്പൊ പിന്നെ നേരത്തെയാണ്, അകാലത്തിലാണ് ജരയും നിറയും ഒക്കെ എന്നാണ്. പണ്ടൊന്നും അങ്ങനെയല്ല, നേരത്തെ തന്നെ ബാധിച്ചു തുടങ്ങി. രോഗങ്ങൾ എന്നാണ്. നമ്മളൊക്കെ രോഗങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരാണ്, രോഗികളായിട്ട് ജീവിക്കുന്നവരാണ്. സഞ്ചരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകളാണ്. നമ്മുടെയൊക്കെ ബാഗ് തുറന്നു നോക്കിക്കോളൂ, നമ്മുടെ വീടുകളിൽ വന്നിട്ട് അലമാര നോക്കിക്കോളൂ, അടുക്കളയുടെ അലമാരയുടെ, ഫ്രിഡ്ജിന്റെ മുകളില്, എവിടെ നോക്കിയാലും കാണാം ഒരു പെട്ടിയും അതിൻ്റെ ഉള്ളിൽ കുറേ ഗുളികകളും. കഴിച്ചു കഴിഞ്ഞത്, ഡേറ്റ് കഴിഞ്ഞത്, തുറന്നു പോലും നോക്കാത്തത് ആയിട്ട് എത്ര കുപ്പികൾ കാണാം, എത്ര തരത്തിൽ തരാതരം മരുന്നുകൾ കാണാം. അവ രോഗം കൊണ്ട് ഇങ്ങനെ എപ്പോഴും പലതരത്തിലുള്ള ദുഃഖങ്ങളും വ്യാധികളും ചുറ്റി നിൽക്കുമ്പോൾ എങ്ങനെ ഒരുവനെ സ്വസ്ഥനായി ജീവിക്കാൻ പറ്റും? ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ മുതൽ ആണ് എപ്പോ വേണമെങ്കിലും ബാധിക്കാം. ഒരു കുട്ടി ജനിച്ച്
അധികം കഴിയുന്നതിന് മുൻപേ ചിലപ്പോൾ ആ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് മരിക്കുന്നത് കാണാം. എത്രയോ കാലം ജീവിച്ച് 90-100 വർഷം ജീവിച്ച് ശതാഭിഷേകവും കൂടി കഴിഞ്ഞിട്ട് മരിക്കണത് കാണാം. അപ്പൊ ഇവിടെ മൃത്യുവിന്റെ മുഖത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരുവന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും? അതാണ്. മരണമില്ലാത്ത വസ്തു അങ്ങനെ ഒന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ്. ഇങ്ങനെയുള്ള ഈ പുത്രന്റെ വാക്കുകൾ കേട്ട് ഏറ്റവും ഒടുവിൽ ആ പുത്രൻ സമർത്ഥിക്കുന്നത് സത്യമാണ് എന്നാണ്. സത്യമാണ് ഒരിക്കലും നശിക്കാത്തത്. ആ സത്യയോഗപരായണനായി, സത്യാഗമനായി, സത്യവാനായി, സത്യസന്ധനായിരിക്കുക, അത് മാത്രമേ വഴിയുള്ളൂ.